രാവിലെ എണീറ്റ് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊച്ചിനെ എണീപ്പിച്ചിട്ട് കൊച്ചിനെയും കുളിപ്പിച്ച് കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോഴത്തേക്കും വീട്ടിൽ പകുതി മുക്കാൽ പണി തീർന്നു എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. കാരണം പിള്ളേരുടെ വാശിയും ദേഷ്യമൊക്കെ നമുക്കറിയാലോ. അവരെ ഭക്ഷണം കഴിപ്പിക്കാനും എണീപ്പിക്കാനാണ് കുറച്ച് പാടുള്ളത്. പിന്നെ ശിവക്കുട്ടൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ നേരത്തെ കാര്യം കഴിഞ്ഞു കേട്ടോ. പിന്നെ ചേട്ടായും കൊച്ചും കൂടെ ഒരുമിച്ചാണ് പോണത്. അപ്പോൾ അവർ രാവിലെ 7:30 7:45 ആ ടൈമിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ടൈം ഒന്ന് മാറ്റിയതുകൊണ്ട് എനിക്ക് കുറച്ച് താമസിച്ച് ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും പാട് കേട്ടോ. അപ്പോൾ പേരൊക്കെ അടിച്ചു വരി പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. അപ്പോൾ അപ്പോഴത്തേക്കും ചേട്ടായി വരുമ്പോഴത്തേക്കും അത് അലക്കിയിരിക്കുന്നത് കൊണ്ട് അത് മുകളിലേക്ക് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവുമേ. അല്ലെങ്കിൽ നമുക്ക് അവിടെ തുണി പെൻഡിങ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മഴ പെയ്യുമായിരിക്കും. എനിക്ക് അല്ലെങ്കിൽ ഈ രാവിലെ മഴയത്ത് ഡ്യൂട്ടിക്ക് കൊണ്ട് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എനിക്കിന്ന് യൂണിഫോം കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂണിഫോം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ അത് ഷേപ്പ് ചെയ്യാൻ കൊടുത്തേക്ക് വരുന്നുണ്ട്. നല്ല ലൂസായിരുന്നു. അപ്പോൾ നാം ഷേപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് തൊട്ട് യൂണിഫോം ഇടുക കേട്ടോ. കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഒരു തൃപ്തികരം അല്ലായത് തോന്നി കേട്ടോ. കാരണം പാൻറ്റൊന്നും സെറ്റായിട്ടില്ലാതുള്ള ഫീലിംഗാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ തോന്നണം എനിക്ക് യൂണിഫോം ചേരുന്നുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കുറച്ച് ലേറ്റായി. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആവേണ്ടത് 15 മിനിറ്റ് കൊണ്ട് റെഡി ആവേണ്ട രീതിയിലായിട്ടോ. അപ്പം ഞാൻ പിന്നെ ഇത് ഭയങ്കര സ്പീഡിൽ തന്നെ റെഡി ആവട്ടെ. ഏറ്റവും കൂടുതൽ എനിക്ക് സമയം പോണത് ഈ മുടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ മുടിയിൽ ചടയൊക്കെ കളഞ്ഞ് റെഡി ആക്കിയിട്ട് പിന്നെ വാച്ചൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെയും അപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചില്ലാന്ന്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനുണ്ട്. ഇന്ന് ദോശയും മുട്ടക്കറിയും കേട്ടോ ഉണ്ടാക്കിയത്. മുട്ടയില്ല കേട്ടോ, മുട്ട ആകെ 2 ഉണ്ടായുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുത്തുവിട്ട മുട്ട ഞാൻ ദേ ചാറ് കൂട്ടിയിട്ട് തിന്നണേ. ഞാൻ നിന്നാണ് വേഗം കഴിച്ചാൽ നിന്ന് എന്തോ സമയം ലാഭിക്കാമെന്നുള്ളൊരു ചിന്താഗതി കേട്ടോ. പിന്നെ ഞാൻ റെഡി ആക്കിയിട്ട് ഇറങ്ങി, വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത്. സ്റ്റോപ്പിലേക്ക് ഒരു അരമണിക്കൂർ കൂടുതൽ നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ബസ് വന്നു. പിന്നെ നേരെ ഡ്യൂട്ടിക്കായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മുടി ഓൾറെഡി വീട്ടിൽ നിന്ന് കെട്ടി വന്നെങ്കിലും എന്തോ ഇവിടെ വരുമ്പോൾ പറന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് അഴിച്ച് ഈരി കേട്ടു കേട്ടോ. പക്ഷെ ഇന്നെന്തോ എൻ്റെ മുടി കെട്ടിയിട്ട് അങ്ങോട്ട് ശരിയാവുണ്ടായില്ല. എനിക്കത് തൃപ്തി വന്നില്ല. കുറച്ച് നേരം അഴിച്ചിട്ട് വേറെ സ്റ്റൈലിട്ടും, കുറച്ച് നേരം അഴിച്ചിട്ട് വേറൊരു അതിലും ട്രൈ ചെയ്യും. എന്തോ അതങ്ങോട്ട് സെറ്റാവുണ്ടായില്ല. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് തലയിൽ സ്ലൈഡൊക്കെ കുത്തി വാരി പെറുക്കി വട്ടം കൂട്ടി എടുത്ത് പിന്നെ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.